മോൾക്കെന്നെ മനസ്സിലായോ? രാധമ്മ അപ്പോ മനസ്സിലായില്ലേ എന്നെ? മോക്ക് രാധമ്മയെ മനസ്സിലായോ? വാ തുറന്ന് സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കണം. അവകാശങ്ങൾ പിടിച്ചു വാങ്ങേണ്ടടുത്ത് അത് പിടിച്ചു വാങ്ങണം. ഈ നീതി ഒരുത്തന്റെയും ഔദാര്യമല്ല, നമ്മുടെ അവകാശമാണ്. നീതി അംഗീകരിച്ചു തരാൻ അധികാരികൾക്ക് മടിയാണെങ്കിൽ നമ്മളത് പിടിച്ചു വാങ്ങും. എങ്ങനെയാ മോളെ? സെൻട്രൽ ജയിലിൽ കിടന്ന് ഉണ്ട തിന്നേണ്ടി വരുമോ? കുബൂസ് നിന്ന് ശീലിച്ചും പോയി. ആ, എന്തായാലും ഞാനും കൂടെ നിൽക്കാം. രാധമ്മയ്ക്ക് 4 മക്കളുണ്ട്. അതിലൊരാളാ ഞാൻ. നീതി കിട്ടുന്നത് വരെ നമ്മൾ പോരാടും. ഒരു കാര്യത്തിന് മോള് പുറപ്പെട്ട വിജയം മോളുടെ കൂടെ ആയിരിക്കും, അതിലൊരു സംശയവും വേണ്ട. കളക്ടർ നീതി പാലിക്കുക. കളക്ടർ സത്യസന്ധത മനസ്സിലാക്കുക. കളക്ടർ സത്യസന്ധത മനസ്സിലാക്കുക. രാധമ്മയുടെ കണ്ണുനീരിന് പരിഹാരം കാണുക. ഗൾഫിലെ നിയമം ഇവിടെയും നടപ്പിലാക്കുക. അമ്മേ, അതൊന്നും വേണ്ട. ഇത് കളക്ടറേറ്റാ. തോന്നിവാസം വിളിച്ച് പറഞ്ഞ പോലീസ് എടുത്തോണ്ട് പോവും. പോലീസ്. കളക്ടർ നീതി പാലിക്കുക. ബ്ലേഡ് ഗ്രൂപ്പിനിയുടെ അഹങ്കാരം അവസാനിപ്പിക്കുക. ന്യായം മാത്രം നടപ്പിലാക്കുക. മുഹമ്മദ് അൽ മൻസൂരി സിന്ദാബാദ്. അയ്യോ സോറി, ഞാൻ അറിയാതെ അങ്ങ് വിളിച്ചു പോയത്. കളക്ടർ നീതി പാലിക്കുക. 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 ബ്ലേഡിന്റെ അഹങ്കാരം അവസാനിപ്പിക്കുക. കളക്ടർ നീതി പാലിക്കുക. 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 അടിച്ചോടിക്കട്ടെ മാഡം. വരട്ടെ. കളക്ടർ നീതി പാലിക്കുക. അത് കളക്ടർ നീതി പാലിക്കുക. കളക്ടർ നീതി പാലിക്കുക. അത് ശാരദയുടെ മകള് ശാലിനിയല്ലേ? ഓളെ ആ പോയതാണോ കളക്ടർ? അതെ രാധമ്മേ. അല്ല, എന്താ? ഓളെ എന്നോടൊപ്പം വന്നേ. എങ്ങോട്ടാ രാധമ്മേ? വരാനല്ലേ പറഞ്ഞേ? വാ മോളെ. കളക്ടർ നീതി പാലിക്കുക. കളക്ടർ നീതി പാലിക്കുക. കളക്ടർ നീതി പാലിക്കുക. ആ സമരക്കാർ എന്തൊരു ശല്യോ മാഡം. അവരെ അടിച്ചോടിക്കാൻ പറയട്ടെ. ഏയ്, അതൊന്നും വേണ്ട. അവരവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കട്ടെ. നമുക്ക് നമ്മുടെ ജോലി ചെയ്യാം. ഇലക്ഷനാ വരുന്ന. എനിക്ക് കണ്ട കളക്ടർക്ക് മനസ്സിലാവും. നിങ്ങൾ മാറി നിൽക്കും മാഡം. ഇപ്പൊ കാണാൻ പറ്റില്ല. പ്ലീസ്, ഞാൻ പറയുന്നത് ദയവായിട്ടൊന്ന് കേക്ക്. മാറി നിൽക്കും മാഡം.
കളക്ടർ മാഡം അവിടെ ഇലക്ഷന്റെ ഡിസ്കഷനില്ല. രാധമ്മ നമുക്ക് മാറി നിൽക്കാം. ഇല്ല, എനിക്ക് കളക്ടറെ കാണണം മോളെ. എനിക്ക് കണ്ടേ പറ്റാത്തോ. പ്ലീസ് മോളെ ഒന്ന് പറ മോളെ. മോളെ ഒന്ന് പറ. ഞാൻ പെട്ടെന്ന് പൊക്കോളാം. പ്ലീസ് പ്ലീസ് എന്നെ ഒന്ന് കടത്തി വിട് പ്ലീസ്. ഞാൻ കളക്ടർ ഒന്ന് കണ്ടോട്ടെ. എന്താ അവിടെ? കണ്ടിട്ട് ഞാൻ സമരം പൊക്കോളാം. നടത്തുന്നവരാ, മാഡത്തെ കാണണമെന്ന്. തടയണ്ട, ഇങ്ങോട്ട് കയറ്റി വിട്. ശരി മാഡം. പ്ലീസ് മോളെ ഒന്ന് പറ മോളെ. രാധമ്മ നോ നോ പ്ലീസ്. രാധമ്മ നിങ്ങളോട് അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. വാ മോളെ. ശരി മാഡം. മോളെ, മോൾക്കെന്നെ മനസ്സിലായോ? രാധമ്മ, അപ്പോ മനസ്സിലായില്ലേ എന്നെ? മോക്ക് രാധമ്മയെ മനസ്സിലായോ? രാധമ്മേ, മനസ്സിലായി രാധമ്മേ. എന്റെ രാധമ്മേ എനിക്ക് മനസ്സിലാവാതിരിക്കൂ. രാധമ്മ ഇരിക്കേ. വേണ്ട, ഇരിക്കേ രാധമ്മേ. വന്നേ, ഇരിക്കേ. ഇത് ഋതിക, എന്റെ മകന്റെ ഭാര്യയാ. ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം. ആ, രാധമ്മയ്ക്ക് കുടിക്കാൻ എന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ട, എന്റെ വീട് തിരിച്ചു കിട്ടിയാൽ മതി. രാധമ്മ വിഷമിക്കാതെ, ഞാനില്ലേ? ഞാനും രാധമ്മയുടെ ഒരു മോളല്ലേ?